50 ലക്ഷമുണ്ട്. ഓൺലി ടോക്കൺ അഡ്വാൻസ്. ബാക്കി പേയ്മെന്റ് നാളെ. നാളെ? അറ്റ് വാട്ട് ടൈം? ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ 2 o'clock. രാമു, നീ വലിയ ഗ്രാഫിക് ഡിസൈനർ അല്ലേ? എനിക്ക് 1-2 ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണം, ഒറിജിനലിനെ വെല്ലുന്നത്. എന്തൊക്കെയാ? പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കരം കെട്ടിയ രശീത്. ആരുടെ പാസ്പോർട്ട്? സാമുവൽ ജോണിന്റെ. അച്ചായന് വയസ്സായി. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലെ പലിശയൊന്നുമില്ല. അതുകൊണ്ട് സാമുവൽ അച്ചായൻ തന്റെ പേരിലുള്ള ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലെ അക്കൗണ്ട് പിൻവലിക്കുന്നു. ആടാ പാടല്ലേ. ഗുഡ് മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി. Yes, sir. Introduce me. He's Mr. Samuel John Puthenthopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. You said it. ക്ഷമിക്കണം സർ. പ്ലീസ് ഡൗൺ. മാഡം പ്ലീസ് 1 minute സർ. ജസ്റ്റ് 1 minute. I am Ramkumar, branch manager, sir. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസാണ് പ്രധാനം. I am at your service, sir. Then you prove it, man. Please come. Please. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റിൽ ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട. യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കു. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബി കുഞ്ഞ്. തൊടാതെ സംസാരിച്ചൂടെ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർസെൽഫ് ചേച്ചേ. മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫ് ഇങ്ങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA-യില്ല. അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നെ. വല്യപ്പച്ചോ, ഉപ്പിടട്ടോ? നീ ധൈര്യമായിട്ട് ഉപ്പിടാ കൊച്ചുബേബി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ.
എങ്ങനെയുണ്ട് എൻ്റെ ഒപ്പ്? കളകിയിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്യപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലെ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങള് ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിൻ്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, സർ 9 crores. സാർ, ഇത് യെസ്, 9 crores, 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. യെസ്, ഇറ്റ് ഈസ് റെയർ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്നത് അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമതടസ്സം വലുതുണ്ടോ? നോ, നത്തിങ് സാർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമതടസ്സം വല്ലതുണ്ടോ? നോ സാർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ അല്ലേ സർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കൈ മാറ്റടി അസത്തെ. സാർ, ഒന്ന് വെയിറ്റ് ചെയ്യണം. മാക്സിമം ഹാഫ് ആൻ അവർ. അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? അവൻ റീജിയണൽ മാനേജറെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പനായതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ. മീനു, let us wait and see. Yes, Regional Manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ, ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സാർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എൻ്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സാർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും SBIയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യൂ. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ്, പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കുകയാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അപ്പ ആ ഓറിയന്റൽ ബാങ്കിൽ നിന്ന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ എന്നാ ചെല്ല്. ഹലോ, ഈപ്പൻ ഹിയർ. നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുങ്കള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. സാമുവൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. പൊടിയാ, പോലീസ്. ബേബിച്ചായ, നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോർട്ട് വന്ന പോലീസല്ലേ?
കക്ഷി എവിടെ? മുടിക്കാത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രഷറിന്റെ ആണോ ആവോ? പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരെന്താ എണ്ണി പഠിക്കാണോ? എടി എന്നെ അങ്ങോട്ട് തള്ളാൻ ഇത് ചീമൊട്ടയല്ല, ദേ. ചൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഒവ്വേ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബിച്ച എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ, അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല, പിന്നെ കറൻസിക്ക് എസ്കോട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്.